നമസ്കാരം. ഇന്ന് ഒരു നഗര മാതാവും ഒരു ട്രാൻസ്പോർട്ട് ജീവനക്കാരനും, അതൊരു ഭയങ്കരപ്പെട്ട ഇതിയല്ല. ഒരു നഗര മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ്. ഒരു നഗരത്തിൻ്റെ അമ്മയാണ്. ആ അമ്മ മക്കൾക്ക് മാതൃകയായിരിക്കണം. മാതൃക കാണിച്ചു കൊടുക്കേണ്ട അമ്മ കാണിച്ചത് എന്തോന്നാണ്? അമ്മയുടെ ഭർത്താവും കൂടെ കാണിച്ചത് ശരിയായിട്ടാണോ ജനപ്രതിനിധികളെ നിങ്ങൾ കാണുന്നത്? ഇത് 90% തെറ്റായ പ്രവണതയാണ്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരു നഗര മാതാവിന്, ഒരു ആര്യയ്ക്ക് ഇത്രയും ചങ്കൂറ്റം എവിടെ നിന്ന് വന്നു? ആര് കൊടുത്തു? എങ്ങനെ വന്നു? ഈ ചങ്കൂറ്റം നൽകിയത് ജനങ്ങൾ വഴിയാണ്. ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യേണ്ട ഒരു നഗരമാതാവ് കാണിച്ചത് ഒരു പാവം 3 ചാൺ വയറിനെയാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങളൊരു ദിവസം തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞ് ഒന്നുകിൽ അയാളെ ഡിസ്മിസ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. നിങ്ങളതും 12 മണിക്ക് രാത്രി 12 മണിക്ക് നിങ്ങൾ ബസ്സിനെ ഫോളോ. അദ്ദേഹം ഉറക്കം മുഷിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് എന്തിനിങ്ങനെ ചൊറിഞ്ഞ് അദ്ദേഹത്തിനെ പുണ്ണാക്കിപ്പിക്കും? പാവമല്ലേ ഇതൊക്കെ കാണിക്കുന്നു? ഒരു കോടതി പോലും നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ കാണില്ല. ജനങ്ങളെ നിങ്ങൾ തട്ടിക്കളയും. നിങ്ങളാണോ ഒരു നഗരമാതാവ്? നഗരമാതാവ് മാതൃകയുള്ള മാതാവായിരിക്കുക. നിങ്ങൾ മാതൃകയല്ല കാണിച്ചത്. ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ. എൻ്റെ ഭർത്താവെന്ന് പറയാനായിട്ടുള്ള മാതൃക നിങ്ങൾക്കറിയാത്ത. നിങ്ങൾ എപ്പോഴും ഇന്നും പറയാണ് സ്ത്രീ സ്ത്രീ സ്ത്രീ. അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തതെന്ന് പറയണം. അദ്ദേഹം എന്തോന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉടൻ സസ്പെൻഡ് ചെയ്യുക, ഉടൻ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക. ഏത് രീതിയിൽ അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്ത് നിങ്ങളാണ് ക്രിമിനൽ. നിങ്ങളാണ് യഥാർത്ഥ കേസിൻ്റെ ഉത്തരവാദി. നിങ്ങൾ ഉടൻ വിളിച്ച് അറിയിപ്പ് ട്രാൻസ്പോർട്ടിൽ അറിയിക്കുകയും അതിന് മന്ത്രി ഉണ്ടല്ലോ. നിങ്ങൾ നഗരപിതാവല്ലേ, നഗരമാതാവല്ലേ? നിങ്ങൾക്കുടൻ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു, ഗണേഷ് കുമാർ സാറിനെ വിളിച്ചു പറഞ്ഞു, ഉടൻ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാമല്ലോ. അത് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓവർടേക്ക് ചെയ്തിട്ട് വലത് സൈഡ് ആണ് നിങ്ങൾക്ക് ഓവർടേക്ക്. അല്ലെങ്കിൽ ഗണേഷ് കുമാർ സാറും ഇത് കേൾക്കുകയാണ്. സാറും ഇതിനോട് സാർ അംഗീകരിക്കും. എനിക്ക് അത് കണ്ട് വലത് സൈഡ് വഴി, അതും വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിച്ച് വേണം വലത് സൈഡ് വഴി ഓവർടേക്ക് ചെയ്യേണ്ടത്. ഇടത് സൈഡ് വഴി ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് നിർത്തിയ ഉടൻ തന്നെ നിങ്ങളെ ഇന്ന് ആരി എന്ന് പറയുന്ന ആരും കാണില്ല. ആ വണ്ടിയെല്ലാം പപ്പടമാവുമായിരുന്നു. അദ്ദേഹം ലഹരിയാണ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അത് ലഹരി ഉപയോഗിക്കാത്തത് കണ്ടാണ് നിങ്ങൾ ചവിട്ടിയ ഉടൻ അദ്ദേഹത്തിന് നിർത്താനായിട്ട് സാധിച്ചത്. പക്ഷെ നിങ്ങളുടെ വാക്ക് പല പല രീതിയിലാണ്. നിങ്ങൾ കള്ളങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാൻ നോക്കണ്ട. ജനത്തിനൊരു സമയമുണ്ട്.
ജനം ഇതിനൊരു തിരിച്ചടിയും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്കല്ല തന്നത്, നിങ്ങൾ കാണിച്ചത് ചെറ്റത്തരം. പക്ഷേ അടുത്ത ഒരു തെറ്റും ചെയ്യാത്തവർക്കും കൂടി ഇത് ബാധിക്കും. അത് അരിയെ തന്നെ അരിയും MLA ആരെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അവനെയൊക്കെ പിടിച്ച് ആര് MLA ആക്കിയത്? MLA ഇവന്മാരൊക്കെ കൂടെ അവനൊക്കെ സസ്പെൻഡ് ചെയ്ത് പറഞ്ഞു വിടണേ അവനെയൊക്കെ. ഒരു ചാണ് വയറിന് വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥനെ അവനെ ഇത് ഓവർടേക്ക് ചെയ്യുക, അത് വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് വലതുവശത്തൂടി ഓവർടേക്ക് ചെയ്തിരുന്നുവെങ്കിൽ സമ്മതിക്കണം. നിങ്ങളെ ഞാൻ സമ്മതിച്ചു, നിങ്ങൾ ചെയ്തത് ന്യായീകരണമാണ്. നിങ്ങൾ ഇടത് സൈഡ് കൂടെയാണ് നിങ്ങൾ ഓവർടേക്ക് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഒരു ഇത് ലഹരിയുടെ അടിമയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വണ്ടി കൂടി കയറ്റി മറിച്ച് അയാൾ പോവുക. പക്ഷെ അദ്ദേഹം അതല്ലായിരുന്നു. ഉറക്കം മുഷു എല്ലാവർക്കും കാണും. ഇന്നത്തെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ ചിലർ വളരെ എന്താ പറയുക, അവർക്ക് ശമ്പളം പോലും നേരത്തെ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതല്ല, അതുപോലും ഇല്ലാതിരുന്നവരാണ്, പാവങ്ങളാണ്. എന്ന് കിട്ടുമെങ്കിൽ അടുത്ത മാസം ഇല്ല. ഇങ്ങനെയൊക്കെ അവർ കഷ്ടപ്പാടിൽ കൂടെ പോകുന്നവരാണ്. ഈ കഷ്ടപ്പാടിൽ പോകുന്ന ഈ പാവപ്പെട്ട ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരെയാണോ ഈ മേയർ എന്ന് പറഞ്ഞ അമ്മ ഈ തെറ്റ് കാണിച്ചത് നിങ്ങളാണ്. നഗരമാതാവ് മക്കൾക്ക് മാതൃകയാകേണ്ടതാണ്. നിങ്ങൾ മാതൃകയ്ക്ക് പകരം തിരി മാതൃകയാണ് കാണിച്ചത്. ഇടത് സൈഡ് വഴി മാതൃകയും കാണിച്ചു. അദ്ദേഹത്തെ പിടിച്ചു കൊതുകടിയും കന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലും കൂടി കൊണ്ടിരുത്തി. അദ്ദേഹം ഒരു ജീവനക്കാരനാണ്, ഗവൺമെൻറ്. പക്ഷെ അയാൾ പെർമനന്റ് ഉദ്യോഗസ്ഥനല്ലെങ്കിലും അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും ഡെലിവേഴ്സ് ആണെങ്കിലും നിങ്ങളിരുത്തിയ ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹം ഒരു ലഹരിയുടെ അടിമയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തിനു ജോലിക്ക് വെച്ചു? അതൊന്ന് നിങ്ങൾ ചെയ്തു. നിങ്ങൾ നിങ്ങളുമായിട്ട് ഇദ്ദേഹവുമായിട്ട് പ്രശ്നങ്ങൾ, ഈ ചെറിയ പ്രശ്നങ്ങൾ ഒരു നഗരമാതാവ് ക്ഷമിക്കേണ്ടത്. നിങ്ങൾക്ക് ക്ഷമയില്ലാതെ ഈ കാണിക്കുന്ന മാതൃക ഒരു നഗര മാതാവേ അമ്മേ എന്ന് ഞാൻ വിളിച്ചത് ഞാനും തെറ്റുകാരനായി പോകും. കാരണം അറിയും, ഈ നഗര മാതാവേ എന്ന് വിളിച്ചത്. ഇതിനെ നിങ്ങൾ കൊണ്ടുവന്നൊരു ഗ്യാസ് കൊടുക്കുമെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് എന്ന് 100%. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ആരെങ്കിലും വണ്ടിയുടെ ഇത് കൊണ്ടുവന്നങ്ങ് ഓവർടേക്ക് ചെയ്താൽ മതിയല്ലോ. അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല, നമ്മളത്തെ പഠിക്കാസൊക്കെയാണ്. പക്ഷെ എങ്കിലും ഈ ദരിദ്രരോട് കാണിച്ചത് കൂടി ചതിയായിപ്പോയി. ഇതിന് പകരം വേറെ ആരുമല്ല, ജനം തന്നെ വീട്ടും. ഇതിന് കോടതി ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷനുണ്ടല്ലോ. നിങ്ങൾ ശരിയും നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിൽ വിളിച്ചറിയിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കണം. നിങ്ങൾ ട്രാൻസ്പോർട്ടിൽ വിളിക്കേണ്ട, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചില്ലല്ലോ. നിങ്ങൾക്ക് കോടതിയുണ്ട്. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളില്ലേ. പിന്നെ അതിൽ വെച്ചിരുന്ന ക്യാമറ, സിം, മെമ്മറി, ഇങ്ങനെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക. പിന്നെ ഒരു പയ്യൻ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം ഞാനാണ് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാനും അദ്ദേഹവും കൂടി അടിയടക്കുമായിരുന്നു. അദ്ദേഹം ഞാനും കൂടി അടികൾ നടക്കുമായിരുന്നു. വൻ പ്രശ്നങ്ങളൊക്കെ ആവും. പക്ഷെ അദ്ദേഹം ഓരോ പാവം ചെറുക്കനായതുകൊണ്ട് അവൻ ഷൂട്ട് ചെയ്ത് ആ മൊബൈൽ ക്യാമറ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. MLAക്ക് ഈ ഇത് പിള്ളേർ ഇത് എടുക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോ നമുക്ക് ആവശ്യപ്പെട്ടതാണ്. തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾ മെമ്മറിയെ
പൂ താഴ്ത്തി. പിന്നെ എന്തോന്നിനാണ് ഈ പെറ്റി അടിക്കുന്നത്? നമ്മളൊക്കെ ഇത് ആരെങ്കിലും പോകുമ്പോഴത്തേക്കും ഉടൻ തന്നെ ഹെൽമെറ്റ് ഇല്ല, പെറ്റി, അതിന് പറ്റി, ഇതിന് പറ്റി, പിന്നെ എന്തോന്നിനും കൂടെയൊക്കെ ക്യാമറകൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരായ നിങ്ങൾക്ക് എന്ത് തോന്നിയവാസവും ചെയ്യാം. ആ തോന്നിയവാസം കാണിച്ചിട്ട് അത് തെറ്റാണെന്ന് കാണുമ്പോൾ ഉടൻ മെമ്മറിയെ നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാം. പക്ഷേ നിങ്ങൾ കാണിച്ചത് 100%, രമ്യ കാണിച്ചത് തെറ്റാണ്. നായർ മാതാവ്, എത്രയും നഗരപിതാക്കൾ അവിടെ ഇരുന്നിട്ടുണ്ട് ആ കസേരി. അവരാരും ഇത് കാണിച്ചിട്ടില്ല. അത് ആ രീതിയാണ് നിങ്ങൾ കാണിച്ചത്. പക്ഷെ നിങ്ങൾ നല്ലൊരു നഗരമാതാവാണെങ്കിൽ നിങ്ങൾ മക്കൾക്ക് മാതൃക നൽകുമായിരുന്നു. താങ്ക്സ്. ബൈ.